ട്രിവാൻഡ്രം ദൂരദർശനും അതിന്റെ കൂടെ തന്നെ സമസ്ത ഇവന്റ്സും സ്വയംവരയും പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷനും കൂടെ ഒരുമിച്ചാണ് സ്നേഹപൂർവ്വം പൃഥ്വിരാജ് എന്ന ഈ മ്യൂസിക്കൽ എക്സ്ട്രാവഗാൻസ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ സ്റ്റേജിൽ വളരെ സ്പെഷ്യൽ ആയ ഒരു ഫംഗ്ഷനാണ് നടക്കാൻ പോകുന്നത്. ആൻഡ് അതിനായി ആദ്യം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ കൂടി നമ്മളുടെ മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവനെയാണ്. ഇല്ല, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. പൃഥ്വിരാജ് എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിയതെല്ലാം പറയുന്നൊരു കാര്യമാണ്. എനിക്ക് സത്യം പറഞ്ഞ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ ചെവിയിൽ കൂടി കേൾക്കുമ്പോൾ പൃഥ്വിരാജ് ആസ് എ സിംഗർ ഇന്ന് വരെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന എത്രയോ സൂപ്പർ സ്റ്റാർസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാം ഐ തിങ്ക് പൃഥ്വിരാജ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് സിംഗർ ഇതുവരെ കണ്ടവര്. ഹി ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടിംഗ് സിംഗർ. അപ്പം പൃഥ്വി രഞ്ജിനി പറയുന്നു പൃഥ്വി ആ പാട്ട് ഇവിടെ പാടുവോ എന്ന്. പക്ഷേ ഇത് ഞാൻ കഴിഞ്ഞ 4 ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പൃഥ്വി കൊന്നാലും പാടില്ല എന്ന് തീർത്ത് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു പാടിയില്ലെങ്കിൽ ആ പാട്ട് പൃഥ്വി അല്ല പാടിയത് എന്ന് നാട്ടുകാരങ്ങ് പറയും, ഇല്ലേ? പൃഥ്വിയുടെ ഫാൻസിന് മുമ്പിൽ പാടിയില്ലെങ്കിൽ പിന്നെ ആരുടെ മുമ്പിലാ പാടുക? പിന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പാടിയിട്ടെന്ത് കാര്യം? അവരൊക്കെ പൃഥ്വിനെ വിടുന്ന് പുറത്തു വിടത്തില്ല. ശരി, ഒരു കാര്യം ചെയ്യും പൃഥ്വി, ഒരു തീരുമാനത്തിലെത്താം. നമുക്ക് അതിനെപ്പറ്റി വേറെന്തൊരു പ്രോഗ്രാം ഇവിടെ ഉണ്ടല്ലേ? ഉണ്ട്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ആദ്യം നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ദ യങ് ബോൾഡ് സൂപ്പർ സ്റ്റാർ മലയാളം ഫിലിംസിനെ സ്റ്റേജിലേക്ക് വിളിക്കണ്ടേ? പൃഥ്വിരാജ് തീർച്ചയായിട്ടും ചെറിയ 9 വർഷത്തിലാണ് ഈ ഒരു സൂപ്പർ സ്റ്റാർ സ്റ്റാറ്റസ്. മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം സൂപ്പർ സ്റ്റാർ ആരാണ് എന്നതിന് ഉത്തരമാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ ഒരുമിച്ചിരിക്കുന്നത്. അപ്പൊ പൃഥ്വിരാജിന് എന്താണ് പറയാനുള്ളത് ഈ മനോഹരമായ സന്ധ്യയിൽ? നമസ്കാരം. പലപ്പോഴും ഇതുപോലെ ആരാധകരുടെ സംഘടനയുള്ള നടന്മാർ ഒരു മാധ്യമത്തിലോട് സംസാരിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു സംഘടന, എന്താണ് ഇങ്ങനത്തെ ഒരു സംഘടനയുടെ ഉദ്ദേശം എന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ വാക്കുകൾ കിട്ടാതെ ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷെ ഇന്ന് ഈ വൈകുന്നേരം ആറ്റിങ്ങലിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു എന്റെ പേർക്ക് ഇങ്ങനൊരു സംഘടന ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി മഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്ന് നമുക്കിങ്ങനൊരു പരിപാടി ഓർഗനൈസ് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ആ പരിപാടിക്ക് കൂടെ ഉണ്ടാകും. പക്ഷെ അന്ന് എന്റെ മനസ്സിൽ ഒരു ചെറിയ പരിപാടിയാണ്, വളരെ ചെറിയ തോതിൽ ആറ്റിങ്ങലിൽ ഓർഗനൈസ് ചെയ്യുന്ന ഒരു സാംസ്കാരിക പരിപാടി മാത്രമാണ് എന്റെ മനസ്സിൽ വന്നിരുന്നത്. പക്ഷെ ഇത് ഒരു മഹാ ഉത്സവമാണ്. അതിന് ഈ പരിപാടിയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും 1000 നന്ദി. എടുത്തു പറയേണ്ട പേരുകളുണ്ട്. ആദ്യം തന്നെ സ്വയംവര ടെക്സ്റ്റൈൽസിലെ അഡ്വക്കേറ്റ് ശങ്കരൻകുട്ടി. അദ്ദേഹം ഇല്ലെങ്കിൽ ഇന്ന് ഈ പൃഥ്വിരാജ് നൈറ്റ് ഇല്ല. ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ കാരണക്കാരൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിനോടൊപ്പം എന്റെ സുഹൃത്തുക്കളായ കഴക്കൂട്ടം അൽസാജ് ഹോട്ടലിന്റെ ഉടമസ്ഥൻ റസാഖ്, തിരുവനന്തപുരം ശ്രീപത്മനാഭ തിയേറ്ററിന്റെ ഉടമസ്ഥൻ ഗിരിയേട്ടൻ, പൃഥ്വിരാജ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷനിലെ എല്ലാ പ്രവർത്തകരും, നമ്മളോടൊപ്പം നമ്മുടെ മീഡിയ പാർട്ട്ണറായി ഇന്ന് ഈ സായാഹ്നത്തിലെ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്ന ദൂരദർശൻ തുടങ്ങി ഒട്ടനവധി ആൾക്കാരോട് ഇന്ന് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഇന്നിങ്ങനെ ഒരു സായാഹ്നം ഇവിടെ ഓർഗനൈസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ 9 വർഷം ഞാൻ അഭിനയിച്ച സിനിമകൾ